Hello dear students. Next we are going to discuss about parallel projection detail. Okay, so we already discussed in the previous video that in a parallel projection the coordinate positions are transformed to the view plane along parallel lines. Okay, അപ്പോൾ നമ്മൾ ആ പാരലൽ ലൈൻസിലൂടെ ആയിരിക്കും പോയിൻറ്റ്സ് പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ പാരലൽ ലൈൻസിനെ പറയുന്നതാണ് പ്രൊജക്ഷൻ ലൈൻസ്, അല്ലെങ്കിൽ ആ ലൈൻസിൻ്റെ ഡയറക്ഷനെ ഡിഫൈൻ ചെയ്യുന്ന വെക്റ്ററിനെ നമുക്ക് പ്രൊജക്ഷൻ വെക്റ്റർ എന്ന് പറയാം. ദാറ്റ് മീൻസ് ദീസ് ലൈൻസ്, ഈ ലൈൻസിനെ നമുക്ക് പ്രൊജക്ഷൻ ലൈൻസ് എന്നാണ് പറയുന്നത്. ദെൻ ഈ ലൈൻസിൻ്റെ ഡയറക്ഷനെ ഡിഫൈൻ ചെയ്യുന്ന വെക്റ്ററിനെ നമ്മൾ പ്രൊജക്ഷൻ വെക്റ്റർ എന്ന് പറയുന്നു. Okay, so the parallel lines are known as projection lines, and the vector which defines the direction of the projection lines is called the projection vector or projector vector. Then the parallel projections are divided into three types: orthographic, axonometric and oblique. മൂന്ന് types of parallel projection ഉണ്ട്: orthographic, axonometric and oblique. Okay, first one is orthographic projection. Orthographic projection means the projection vector or the projection lines or the parallel lines is perpendicular to the view plane. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പാരലൽ ലൈൻസ് എന്ന് പറയുമ്പോൾ അത് വ്യൂ പ്ലെയിനിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഓർത്തോഗ്രാഫിക്കിൻ്റെ കേസിൽ നമ്മുടെ പ്രൊജക്ഷൻ വെക്റ്റർ അല്ലെങ്കിൽ പാരലൽ ലൈൻസ് അല്ലെങ്കിൽ പ്രൊജക്ഷൻ ലൈൻസ് എന്ന് പറയുന്നത് വ്യൂവിങ് പ്ലെയിനിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണിച്ചേക്കുന്ന പോലെ ഹിയർ ടു 3 ആക്സിസ്, എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് ഇസഡ് ആക്സിസ് ഓഫ് ദ വ്യൂവിങ് പ്ലെയിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്സിസിലൊരു വ്യൂവിങ് പ്ലെയിൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ദെൻ ഹിയർ എക്സ് വൈ സെഡ് ഈസ് ദ പോയിൻറ്റ്, ഔട്ട്സൈഡ് പോയിൻ്റ് ആണ് എക്സ് വൈ സെഡ്. ദെൻ ദിസ് എക്സ് വൈ സെഡ് ഈസ് പ്രൊജക്റ്റഡ് ടു വ്യൂവിങ് പ്ലെയിൻ എലോങ് പാരലൽ ലൈൻ ആൻഡ് വി ഗോട്ട് ദ പോയിൻറ്റ് എക്സ് വൈ. അപ്പോൾ ഈ പറഞ്ഞ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ വ്യൂവിങ് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് കറക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ റിലേറ്റീവ് പ്രൊപ്പോർഷൻസ് അല്ലെങ്കിൽ ട്രൂ ലെങ്ത് എല്ലാം കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എക്സ് വൈ ഇസഡ് എക്സ് വൈയിലോട്ട്, അതായത് 3Dയിൽ നിന്ന് 2Dയിലോട്ട് പോകുമ്പോൾ ട്രൂ ലെങ്ത് കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്താ, ആ എക്സ് വൈയും നമുക്ക് കിട്ടുന്ന ന്യൂ പോയിൻറ്റ് എക്സ് ഡാഷും വൈ ഡാഷും എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ ഫിഗർ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു വ്യൂവിങ് പ്ലെയിൻ ആണ്. നമുക്ക് ഈ ഒരു പോയിൻ്റ് കറക്റ്റ് പാരലൽ ലൈൻസിലൂടെ നമുക്ക് ഇവിടെ ഒന്ന് ടച്ച് ചെയ്യുമ്പോഴും ഇവിടുത്തെ എക്സ് വൈയും ഇവിടുത്തെ എക്സ് വൈയും എല്ലാം സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, ഇസഡ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസിനെ, അതായത് നമ്മുടെ പോയിൻറ്റിൽ നിന്ന് നമ്മുടെ ആ വ്യൂവിങ് പ്ലെയിനിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഇസഡ്. അവിടെ ഡെപ്ത് ഇൻഫോർമേഷൻ ആയിട്ടായിരിക്കും നമുക്ക് ഇസഡ് എടുക്കുന്നത്. ഓക്കെ, it is often used to produce the front, side, rear and top views of an object. Orthographic projection നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ, റിയർ വ്യൂ, ടോപ്പ് വ്യൂസ് ഒബ്റ്റെയിൻ ചെയ്യാനാണ്. Front view, side view and rear view orthographic or rear view of an orthographic projection of an object are called elevations, and the top orthographic projection view is called the plan view. അപ്പോൾ നമ്മൾ മെയിൻലി ഈ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ യൂസ് ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ, ടോപ്പ് വ്യൂ, റിയർ വ്യൂ ഒക്കെ ഒബ്റ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വഴി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഫ്രണ്ട് വ്യൂവിനെ, സൈഡ് വ്യൂവിനെ, റിയർ വ്യൂവിനെ നമ്മൾ എലിവേഷൻസ് എന്നും, അതുപോലെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വഴി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ടോപ്പ് വ്യൂവിനെ നമ്മൾ പ്ലാൻ വ്യൂ എന്നുമായിരിക്കും പറയുന്നത്. It accurately shows the correct or the true size and shape of a single face, that is either elevation view or plan view of an object. Plan view ആയാലും elevation view ആയാലും നമ്മൾ എടുക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ആ ട്രൂ ലെങ്തിലുള്ള ഇമേജ് തന്നെയായിരിക്കും നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് കിട്ടുന്നത് ഇൻ ദ കേസ് ഓഫ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ആ 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റിൻ്റെ ടോപ്പ് വ്യൂ ആണിത്. ദെൻ അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണിത്, ഇതിൻ്റെ സൈഡ് വ്യൂ ആണിത്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പ് വ്യൂവിനെ നമ്മൾ പ്ലാൻ വ്യൂ എന്നും ഫ്രണ്ട് വ്യൂവിനെ, സൈഡ് വ്യൂവിനെ, റിയർ വ്യൂവിനെയൊക്കെ നമുക്ക് എലിവേഷൻസ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിലെല്ലാം നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രൂ ലെങ്ത് തന്നെയായിരിക്കും ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ഫോർ ആൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ, അതായത് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞൊരു പോയിൻറ്റിനെ നമുക്ക് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വഴി എക്സ് വൈ എന്ന് പറഞ്ഞൊരു പോയിൻറ്റ് വ്യൂ പ്ലെയിൻ കിട്ടുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ: if the viewing plane is placed at a position x zvp along zv axis, then any point xyz in the viewing coordinates is transformed to projection coordinates are xp equal to x and yp equal to y. അതായത് നമുക്ക്
എക്സ് വി വൈ വി ഇസഡ് വി എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ട്. ഇനി ആ ഇസഡ് ആക്സിസിൽ ഒരു പോയിൻറ്റ്, ആ ഒരു പോയിൻറ്റ് അതിന് ഇസഡ് പി പി എന്ന് പറയും. ആ പോയിൻറ്റിലാണ് നമ്മുടെ ഈ പറഞ്ഞ വ്യൂവിങ് പ്ലെയിൻ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ദെൻ നമ്മുടെ എക്സ് വൈ സെഡ് എന്ന് പറയുന്ന പോയിൻറ്റിനെ നമ്മൾ ഈ വ്യൂവിങ് പ്ലെയിനിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് വൈ എന്ന് പറഞ്ഞ ന്യൂ പോയിൻറ്റ് 2 ഡയമെൻഷനിൽ കിട്ടും. ബട്ട് ഈ അപ്പോൾ ആ എക്സ് വൈ എന്ന് പറഞ്ഞ ന്യൂ പോയിൻറ്റിനെ നമ്മൾ എക്സ് പി ഈക്വൽ ടു എക്സ് ആൻഡ് വൈ പി ഈക്വൽ ടു വൈ എന്നാണ് നോട്ട് ചെയ്യുന്നത്. അതായത് എക്സ് പി വൈ പി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന പോയിൻറ്റ്. എക്സ് വൈ ആയിരുന്നു നമ്മുടെ 3 ഡയമെൻഷനിലെ പോയിൻറ്റ് എക്സ് വൈ സെഡ് എന്നായിരുന്നു. ദെൻ 2 ഡയമെൻഷനിൽ കിട്ടുന്ന പോയിൻറ്റ് എന്ന് പറയുന്നത് പ്രൊജക്റ്റഡ് പോയിൻറ്റ് എക്സ് വി വൈ പി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ എക്സ് വി വൈ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ഇവിടെ ഉണ്ടായിരുന്ന എക്സിൻ്റെ വൈൻ്റെ സെയിം വാല്യൂ തന്നെയായിരിക്കും. ബിക്കോസ് അവിടെ അക്യുറേറ്റ് ആയിട്ടുള്ള വ്യൂ ആണ് നമുക്ക് കിട്ടുന്ന. ലെങ്തിനോ അല്ലെങ്കിൽ ഷേപ്പിനോ ഒന്നും ചേഞ്ച് വരുന്നില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു പോയിൻറ്റിനെ നമുക്കിവിടെ ഈ പോയിൻറ്റിനെ നമുക്ക് 1,5 എന്ന് എടുക്കാം. ഈ ഒരു പോയിൻറ്റിനെ ഓക്കെ, ഈ പോയിൻറ്റിനെ 1,5 എന്ന് എടുക്കാം. അത് ഈ വ്യൂ പ്ലെയിനിൽ വന്ന് പ്രൊജക്റ്റ് ചെയ്താലും അവിടുത്തെ പോയിൻറ്റിന് ചേഞ്ച് ഒന്നും വരത്തില്ല. അതും എന്ത് തന്നെയായിരിക്കും? 1,5 തന്നെയായിരിക്കും. സോ പ്രൊജക്റ്റ് ചെയ്ത് കിട്ടുന്ന പോയിൻറ്റ് എക്സ് പി വൈ പി എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ പോയിൻറ്റ് എന്തായിരുന്നോ അതിൻ്റെ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ തന്നെയായിരിക്കും. സോ ഹിയർ എക്സ് പി ഈക്വൽ ടു എക്സ്, വൈ പി ഈക്വൽ ടു വൈ. എക്സ് പി വൈ പി is the projected point of XYZ on the view plane. In the orthographic projection, correct size and shape is obtained. So XP equal to X and YP equal to Y, where the original Z coordinate value is preserved for the depth information needed in some application. അപ്പോൾ ഇവിടുത്തെ എക്സ് വൈ ഇസഡിനെ നമ്മൾ 2Dയിലോട്ട് കൺവേർട്ട് ട്രാൻസ്ഫോം ചെയ്തപ്പോൾ അവിടുത്തെ എക്സും വൈയും അവിടെ പ്രിസർവ് ചെയ്യുന്നുണ്ട്. എക്സും വൈ അതായത് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷണൽ പോയിൻറ്റിനെ 2 ഡയമെൻഷനിലോട്ട് നമ്മൾ മാപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ന്യൂ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് പ്രൊജക്റ്റഡ് ഇമേജ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് എക്സ് പി വൈ പി എന്ന് പറയുന്നത് ആക്ച്വൽ എക്സ് വൈ തന്നെ ആയിരിക്കും. അവിടെ ചേഞ്ച് ഒന്നും വരത്തില്ല. ട്രൂ ലെങ്തിൽ ചേഞ്ച് ഒന്നും വരത്തില്ല. അവിടുത്തെ ഇസഡ് വാല്യൂ എന്ന് പറയുന്നത് ഇസഡ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ആ പോയിൻറ്റ് നമ്മുടെ വ്യൂവിങ് പ്ലെയിൻ തമ്മിലുള്ള ഡെപ്ത് ഇൻഫർമേഷൻ ഡിസ്റ്റൻസ് ആയിട്ട് കീപ്പ് ചെയ്യും. അത് നമ്മൾ എന്തെങ്കിലും ഫ്യൂച്ചർ ആപ്ലിക്കേഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിസർവ് ചെയ്യും. Okay, so orthographic projection means here the projection vector or parallel lines or projection lines are perpendicular to the viewing plane. Here orthographic projection means it produces the front view, rear view, side view, that means elevations, or top view, that is plan view of an object. Okay, accurate view ആണ് ഇതിനകത്ത് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആക്യുറേറ്റ് വി എന്ന് പറയുമ്പോൾ ട്രൂ ലെങ്ത് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് എക്സ് വൈ ഇസഡിനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തപ്പോൾ ആ കിട്ടുന്ന എക്സ് പി എന്ന് പറയുന്നതും എക്സ് തന്നെയാണ്, വൈ പി എന്ന് പറയുന്നത് ആക്ച്വൽ വൈ തന്നെ ആയിരിക്കും. ഓക്കെ, ഇസഡ് വാല്യൂ നമുക്ക് ഡെപ്ത് ഇൻഫർമേഷനായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. നെക്സ്റ്റ് ഈസ് ആക്സോണോമെട്രിക് പ്രൊജക്ഷൻ. In axonometric parallel projection also, the projection vector or the parallel lines or the projection lines is perpendicular to the viewing plane. ഇവിടെ നമ്മൾ പ്രൊജക്ഷൻ പ്ലെയിനിൽ വ്യൂവിങ് പ്ലെയിനിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും ആര്? പ്രൊജക്ഷൻ പ്ലെയിൻസ് എന്ന് പറയുന്നത്, പ്രൊജക്ഷൻ ലൈൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞില്ലേ എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് പോയിൻറ്റിനെ നമ്മൾ പ്രൊജക്റ്റഡ് വ്യൂവിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത് പാരലൽ ലൈൻസിലൂടെ ആയിരിക്കും. ആ പാരലൽ ലൈൻസിനാണ് നമ്മൾ പ്രൊജക്ഷൻ ലൈൻസ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് പ്രൊജക്ഷൻ വെക്ടർ എന്നുമായിരിക്കും. അപ്പോൾ ഓർത്തോഗ്രാഫിയിൽ പറഞ്ഞതുപോലെ ആക്സോണോമെട്രിക്കിൻ്റെ കേസിലും നമ്മുടെ പ്രൊജക്ഷൻ ലൈൻസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു വ്യൂ പ്ലെയിൻ ആണ്. ദെൻ ഇൻ ദിസ് പ്രൊജക്ഷൻ ഇറ്റ് ഡിസ്പ്ലേ മോർ ദാൻ വൺ ഫേസ് ഓഫ് an object. That is, at least 3 phases are shown by manipulating the object by applying some basic transformations. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർത്തോഗ്രാഫിൽ പറഞ്ഞു, ഓർത്തോഗ്രാഫിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന വ്യൂവിനെ നമുക്ക് എലിവേഷൻസ് ഓഫ് പ്ലെയിൻ വ്യൂ എന്ന് പറയുന്നത്. എലിവേഷൻ എന്ന് പറയുമ്പോൾ അത് ഫ്രണ്ട് വ്യൂ ഉണ്ട്, സൈഡ് വ്യൂ ഉണ്ട്, റിയർ വ്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ എലിവേഷൻ വ്യൂ അല്ലെങ്കിൽ ടോപ്പ് വ്യൂ പ്ലാൻ വ്യൂ അതിലേതെങ്കിലും ഒരു ഫേസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ബട്ട് ആക്സോണോമെട്രിക് പ്രൊജക്ഷൻ്റെ കേസിൽ ഒരു ഒബ്ജക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു 3 ഫേസ് എങ്കിലും അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. 3 ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ 3 ഫോംസ് അവിടെ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ 3 ഫോംസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, ഇവിടുത്തെ ഈ ഒരു കേസിൽ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വഴി ആ ഒബ്ജക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു ഫേസ്, ഒന്നെങ്കിൽ ടോപ്പ് വ്യൂ അല്ലെങ്കിൽ നമ്മുടെ എലിവേഷൻസ് ഏതെങ്കിലും ഒരു ഫേസ് ആയിരിക്കും കാണിക്കുന്നത്. പക്ഷേ ആക്സോണോമെട്രിക്കിൻ്റെ കേസിൽ അറ്റ്ലീസ്റ്റ് 3 ഫേസസ് എങ്കിലും കാണിക്കും. 3 ഫേസ് കാണിക്കാൻ മീൻസ് ഇതിപ്പം
ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണെന്ന് വെച്ചോ, ഇതൊരു ഫ്രണ്ട് വ്യൂ. അപ്പോൾ 3 ഫേസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആക്ച്വലി ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ അങ്ങനെയല്ല, ഒരു വ്യൂവിൻ്റെ തന്നെ, അതായത് ഇപ്പോൾ ഫ്രണ്ട് വ്യൂ കാണിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ജസ്റ്റ് ഒരു ഫേസ് ആണ്. ദെൻ അതിന് തന്നെ നമ്മൾ പല പല ട്രാൻസ്ഫോർമേഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് സ്കെയിൽ ചെയ്യോ, റൊട്ടേറ്റ് ചെയ്യോ, അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യോ, അങ്ങനെ ഉള്ള ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്തിട്ടുള്ള 3 ഫേസസിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻ ദിസ് പ്രൊജക്ഷൻ ഇറ്റ് ഡിസ്പ്ലേസ് മോർ ദാൻ 1 ഫേസ്. ഒന്നിൽ കൂടുതൽ ഫേസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ ഫേസ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 3 ഫേസസ് ആർ ഷോൺ ബൈ മാനിപ്പുലേറ്റിംഗ് ദ ഒബ്ജക്റ്റിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള വ്യൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അല്ലാതെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, റിയർ വ്യൂ അങ്ങനെയുള്ള ഏതെങ്കിലും 3 ഫേസ് അല്ല. ഒരു ഫേസ്, നമ്മളിപ്പോൾ ഒരു വ്യൂ കാണിക്കുന്നു, ഫ്രണ്ട് വ്യൂ ആണ് കാണിക്കുന്നതെങ്കിൽ ഫ്രണ്ട് വ്യൂവിൻ്റെ തന്നെ 3 ഫോമിലുള്ളത്, അതിൻ്റെ എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻസ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള പുതിയ വ്യൂസ് ആയിരിക്കും നമ്മൾ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ദെൻ ദിസ് ആക്സോണോമെട്രിക് പ്രൊജക്ഷൻ ഓൾസോ ഡിവൈഡഡ് ഇൻറ്റു 3 ടൈപ്സ് ബേസ്ഡ് ഓൺ എ ഫാക്ടർ കോൾഡ് ഫോർഷോർട്ടനിങ് ഫാക്ടർ. ഇവിടുത്തെ ആക്സോണോമെട്രിക് പ്രൊജക്ഷനെ നമ്മൾ 3 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ബേസ്ഡ് ഓൺ ഫോർഷോർട്ടനിങ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, so the axonometric projections divisions are isometric, diametric and trimetric. Foreshortening factor means it's the ratio of the projected length to the true length of an line. ഒരു ലൈൻ്റെ ട്രൂ ലെങ്ത് എന്താണോ, ദെൻ ഒരു ലൈൻ്റെ പ്രൊജക്റ്റഡ് ലെങ്ത് എന്താണോ, അത് തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോർഷോർട്ടനിങ് ഫാക്ടർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ലൈൻ്റെ ട്രൂ ലെങ്ത് 5 സെൻറ്റിമീറ്റർ ആണ്. ദെൻ ആഫ്റ്റർ ആക്സോണോമെട്രിക് പ്രൊജക്ഷൻ അതിൻ്റെ ലെങ്ത് 5 സെൻറ്റിമീറ്റർ തന്നെയാണെന്നുണ്ടെങ്കിൽ ഫോർഷോർട്ടനിങ് ഫാക്ടർ 1 ആയിരിക്കും. ദെൻ ആഫ്റ്റർ ട്രാൻസ്ഫോർമേഷൻ അതിൻ്റെ സൈസ് ജസ്റ്റ് 4 പോയിൻറ്റ് സംതിങ് ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഫോർഷോർട്ടനിങ് ഫാക്ടറിൻ്റെ വാല്യൂവിലും ചേഞ്ച് വരും. അപ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നാം, നമ്മൾ പാരലൽ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി ട്രൂ സൈസ് തന്നെ അല്ലേ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അപ്പോൾ എല്ലാ ഫോർഷോർട്ടനിങ് ഫാക്ടേഴ്സും 1 അല്ലേ എന്നൊരു ഡൗട്ട് നമുക്ക് തോന്നാം. ബട്ട് ഇൻ ദ കേസ് ഓഫ് ആക്സോണോമെട്രിക് പ്രൊജക്ഷൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു, നമ്മൾ സം ട്രാൻസ്ഫോർമേഷൻസ് അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്ലേഷൻ ആണെങ്കിൽ കുഴപ്പമില്ല, റൊട്ടേഷൻ ആണെങ്കിലും പ്രശ്നമില്ല. ബട്ട് സ്കെയിലിങ്ങോ അല്ലെങ്കിൽ നമ്മൾ ഷിയറിങ്ങോ ഒക്കെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, ഷെയറിങ് അല്ലെ ബേസിക് ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറയുമ്പോൾ കൂടുതലും ട്രാൻസ്ലേഷനും റൊട്ടേഷനും സ്കെയിലിങ്ങും ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സ്കെയിലിംഗ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സൈസിന് ചെറിയ വ്യത്യാസം വരും ഇല്ലേ, ഒന്നെങ്കിൽ എൻലാർജ് ചെയ്യോ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ അവിടുത്തെ ട്രൂ ലെങ്തിന് ചെറിയൊരു ചേഞ്ച് വരത്തില്ല. നമ്മളിപ്പം ഒരു 3 ഫേസ് എടുക്കുന്നു. അപ്പോൾ ആദ്യം ഒരു ഒറിജിനൽ വ്യൂ കാണിക്കുന്നു, ദെൻ അതിനെ സ്കെയിൽ ചെയ്യുന്നു. സ്കെയിൽ ചെയ്യുമ്പോൾ എന്തായാലും അതിൻ്റെ സൈസിനൊരു ചേഞ്ച് വരുമല്ലോ. ഓക്കെ, അതാണ് ഇവിടെ ഇപ്പോൾ ഫോർഷോർട്ടനിങ് ഫാക്ടറിൽ എടുക്കുമ്പോൾ ട്രൂ ലെങ്തും പ്രൊജക്റ്റഡ് ലെങ്തും തമ്മിൽ ചിലപ്പോൾ ചെറിയൊരു ഡിഫറൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഫോർഷോർട്ടനിങ് ഫാക്ടർ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫോർഷോർട്ടനിങ് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ, ഓക്കെ, ഓരോ ആക്സിസിനും കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് വാല്യൂ, വൈ വാല്യൂ, ഇസഡ് വാല്യൂ, അങ്ങനെ 3 വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് നമ്മളൊരു ഒബ്ജക്റ്റ് എടുത്തു, ഫോർഷോർട്ടനിങ് ഫാക്ടർ കഴിയുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് നോക്കണം. എക്സ് വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ്, വൈ വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ്, ഇസഡ് വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കണം. ഓക്കെ, in the case of trimetric, all the 3 foreshortening factors corresponding to each principal axis are different. അപ്പോൾ ഓരോ പ്രിൻസിപ്പൽ ആക്സിസിനും കറസ്പോണ്ടിങ്, എക്സ് ആക്സിസിനും വൈ ആക്സിസിനും ഇസഡ് ആക്സിസിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളവിടെ ഫോർഷോർട്ടനിങ് ഫാക്ടർ കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കുമ്പോൾ എല്ലാ ഫോർഷോർട്ടനിങ് ഫാക്ടേഴ്സും ഡിഫറെൻ്റ് ആണെങ്കിൽ അതിനെ ട്രൈമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയും. 2 ഫോർഷോർട്ടനിങ് ഫാക്ടേഴ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഡയമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയും. എല്ലാ ഫോർഷോർട്ടനിങ് ഫാക്ടേഴ്സും ഈക്വൽ ആണെങ്കിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയും. ഓക്കെ, ഒന്നുകൂടെ പറയാം. Axonometric projection means here the projection lines are perpendicular, but here it displays more than 1 face, that is at least 3 faces should be shown. അപ്പോൾ ഈ 3 faces നമ്മൾ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്തിട്ടായിരിക്കും 3 ഫേസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തത്. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുമ്പോഴത്തെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ അതിൻ്റെ ട്രൂ ലെങ്തിൽ നിന്ന് വരും. അപ്പോൾ ആ ട്രൂ ലെങ്തും പ്രൊജക്റ്റഡ് ഇമേജും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നമ്മൾ ഫോർഷോർട്ടനിങ് ഫാക്ടർ എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഫോർഷോർട്ടനിങ് ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ എക്സ് ആക്സിസിനും വൈ ആക്സിസിനും ഇസഡ് ആക്സിസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോർഷോർട്ടനിങ് ഫാക്ടർ നമ്മളോട് ഒബ്റ്റെയിൻ ചെയ്യണം. അപ്പോൾ ഫോർഷോർട്ടനിങ് ഫാക്ടേഴ്സ് 3 ഫോർഷോർട്ടനിങ് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ അറ്റ്ലീസ്റ്റ് എല്ലാം ഈക്വൽ ആണെങ്കിൽ അതിനെ ഐസോമെട്രിക് എന്നും, 2 എണ്ണമെങ്കിലും ഈക്വൽ ആണെങ്കിൽ അതിനെ ഡയമെട്രിക്കിലും, ഒന്നും ഈക്വൽ ആയി, ദാറ്റ് മീൻസ് എല്ലാം ഡിഫറെൻ്റ് ആണെങ്കിൽ അതിനെ ട്രൈമെട്രിക് എന്നും പറയും. ഓക്കെ, then this is an example of projection.
അപ്പോൾ ഇവിടെ നമുക്കൊരു ക്യൂബ് തന്നിട്ടുണ്ട്. ക്യൂബ് കുറച്ച് റൊട്ടേറ്റ് ചെയ്താണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വ്യൂവിങ് പ്ലെയിൻ നോക്കുമ്പോൾ വ്യൂവിങ് പ്ലെയിനും ആ പ്രിൻസിപ്പൽ ആക്സിസ് XYZ ആക്സിസ് എന്താണോ അതിന് അലൈൻഡ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. അതല്ലാതെ വ്യൂവിങ് പ്ലെയിൻ നേരെ അല്ല വെച്ചേക്കുന്നത്. നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണോ അതിന് അലൈൻഡ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. ഓക്കെ, സോ ഹിയർ ഇൻ ദ കേസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഫോർഷോർട്ടനിങ് ഫാക്ടറിൻ്റെ കേസിലും ട്രൂ ലെങ്തിൽ ചേഞ്ച് ഒന്നും വരത്തില്ല. സോ എല്ലാ ഫോർഷോർട്ടനിങ് ഫാക്ടേഴ്സും ഈ കേസിൽ ഈക്വൽ ആയിരിക്കും. സോ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് ഐസോമെട്രിക് പ്രൊജക്ഷൻ ഇല്ലേ. നമ്മളിപ്പം ഒരു ഒബ്ജക്റ്റ്, ഇത് നമ്മുടെ ഒരു ക്യൂബായിരുന്നു. ഓക്കെ, ദെൻ നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ക്യൂബ്. അതിനെ നമ്മൾ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്തു. റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മുടെ വ്യൂവിങ് പ്ലെയിൻ ഇങ്ങനെ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്ന ലെങ്തിന് ചിലപ്പോൾ ചെറിയ ചേഞ്ചസ് വരാം അല്ലേ. പ്രൊജക്റ്റഡ് ഇമേജിന് ലെങ്തിന് ചെറിയ വേരിയേഷൻസ് വരാൻ, ട്രൂ ലെങ്ത് ആയിരിക്കത്തില്ല. അപ്പോൾ അവിടെ ഫോർഷോർട്ടനിങ് ഫാക്ടർ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ വ്യൂവിങ് പ്ലെയിനും കൂടെ കറക്റ്റായിട്ട് അതുപോലെ തന്നെ അലൈൻ ചെയ്ത് കറക്റ്റ് അതേ ഷേപ്പ് അല്ലെങ്കിൽ സൈസ് തന്നെയായിരിക്കും, ട്രൂ ലെങ്ത് തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അവിടുത്തെ ഫോർഷോർട്ടനിങ് ഫാക്ടർ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. Okay, this is all about axonometric projection. The next is oblique projection. Very important ആണ് oblique projection. Oblique projection മാത്രമായിട്ട് എടുത്ത് ചോദിക്കും. Okay, an oblique projection means it is obtained by projecting points along parallel lines that are not perpendicular to the projection plane. That is, here the projection vector is oblique to the viewing plane. Oblique means it is sloping, not straight. മനസ്സിലായോ? അപ്പം നമ്മൾ ഈ രണ്ട് കേസിലും, ഓർത്തോഗ്രാഫിക്കിൻ്റെ കേസിലും ആക്സോണോമെട്രിക്കിൻ്റെ കേസിലും പറഞ്ഞത് നമ്മുടെ പാരലൽ ലൈൻസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു വ്യൂവിങ് പ്ലെയിൻ എന്നായിരുന്നു. അതായത് ഇതാണ് വ്യൂവിങ് പ്ലെയിൻ എങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രൊജക്ഷൻ ലൈൻസ് അല്ലെങ്കിൽ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ടു വ്യൂവിങ് പ്ലെയിൻ ആയിരുന്നു. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഒബ്ലീക്ക് പ്രൊജക്ഷൻ നമ്മൾ എടുക്കുന്ന പാരലൽ ലൈൻസ്, ലൈൻ പാരലൽ തന്നെയാണെങ്കിലും ആ പാരലൽ ലൈൻസ് എന്ന് പറയുന്നത് നമ്മുടെ വ്യൂവിങ് പ്ലെയിനിൽ പെർപെൻഡിക്കുലർ ആയിരിക്കില്ല. ഓക്കെ, ചെറിയൊരു സ്ലോപ്പിംഗ് പോലെയായിരിക്കും, നോട്ട് സ്ട്രെയിറ്റ്. അതാണ് ഒബ്ലീക്ക് എന്ന മീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഹിയർ ദ ഒബ്ലീക്ക് പ്രൊജക്ഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ പ്രൊജക്റ്റിംഗ് ദ പോയിൻറ്റ്സ് എലോങ് ദ പാരലൽ ലൈൻസ് that are not perpendicular to the projection plane. That is, it maintains an oblique form. For example, so XYZ എന്ന് പറയുന്നതാണ് നമ്മുടെ പോയിന്റ്. ദെൻ ഈ കാണിക്കുന്നതാണ് നമ്മുടെ പ്രൊജക്ഷൻ ലൈൻ. ആ പ്രൊജക്ഷൻ ലൈൻ എന്ന് പറയുന്നത് കറക്റ്റ് പെർപെൻഡിക്കുലർ അല്ല. ഇറ്റ് മേക്സ് ആൻ ആംഗിൾ ആൽഫ. ഇവിടെ ആൽഫ എന്ന് പറയുന്ന ഒരു ആംഗിൾ അത് മേക്ക് ചെയ്യുന്നുണ്ട്. ഈ പ്രൊജക്ഷൻ പ്ലെയിനുമായിട്ട്, ഈ പ്ലെയിനുമായിട്ടൊരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. സോ XYZ ഈസ് ദ പോയിൻറ്റ് ആൻഡ് XPYP ഈസ് ദ, അതായത് ഈ ഒരു ലൈൻ വന്ന് ഇവിടെ ടച്ച് ചെയ്യുന്ന പോയിൻറ്റ് XPYP ഈസ് ദ പോയിൻറ്റ് കറസ്പോണ്ടിങ് ടു XYZ ഓൺ ദ പ്രൊജക്ഷൻ പ്ലെയിൻ. പ്രൊജക്ഷൻ പ്ലെയിനിലെ പോയിൻ്റാണ് XYZ. അപ്പോൾ ഇതിവിടെ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ് നമ്മുടെ വ്യൂവിങ് പ്ലെയിൻ എങ്കിൽ ഓർത്തോഗ്രാഫിൻ്റെയും ആക്സോണോമെട്രിക്കിൻ്റെയും കേസിൽ ഈ പ്രൊജക്ഷൻ ലൈൻസ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിരുന്നു. പക്ഷേ ഒബ്ലീക്കിൻ്റെ കേസിൽ പ്രൊജക്ഷൻ ലൈൻ എന്ന് പറയുന്നത് പാരലൽ തന്നെയാണ്. പക്ഷേ അത് ഇറ്റ് ഈസ് നോട്ട് പെർപെൻഡിക്കുലർ ടു വ്യൂവിങ് പ്ലെയിൻ. പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ചിലപ്പം ചെറിയൊരു ജസ്റ്റ് ഒരു ടേണിംഗ് പോലെ കാണും. അങ്ങനെയാണെങ്കിൽ ഇറ്റ് മേക്സ് എൻ ആംഗിൾ. ദാറ്റ് ആംഗിൾ ഈസ് കോൾഡ് ആൽഫ. ആൽഫ എന്ന് പറഞ്ഞൊരു ആംഗിൾ അവിടെ മേക്ക് ചെയ്യുന്നുണ്ട്. Okay, so this projection line will makes an angle alpha with the viewing plane. Alpha make ചെയ്യുന്നുണ്ട്. ഇനി ഈ XYZൻ്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കറക്റ്റ് പാരലൽ ലൈൻസ് എടുക്കുന്നു. ആ ലൈൻസ് ഈസ് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഈ XYZൻ്റെ ഒരു പ്രൊജക്ഷൻ പോയിൻ്റാണ് XY. ഓക്കെ, സോ XYZൻ്റെ ഒബ്ലീക്ക് പ്രൊജക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിൻ്റാണ് XPYP. ഒബ്ലീക്ക് പ്രൊജക്ഷൻ്റെ പ്രത്യേകത അവിടുത്തെ പ്രൊജക്ഷൻ ലൈൻ ഈസ് നോട്ട് പെർപെൻഡിക്കുലർ ടു ദ വ്യൂവിങ് പ്ലെയിൻ. ഇറ്റ് മേക്സ് എൻ ആംഗിൾ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഒബ്ലീക്ക് ആൻഡ് ദാറ്റ് ആംഗിൾ ഈസ് ആൽഫ. ഓക്കെ, ഇനി നമ്മുടെ XYZ തന്നെ
ഇതേ കേസിൽ തന്നെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കിട്ടുന്ന പോയിൻ്റാണ് എക്സ് വൈ. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, എക്സ് വൈ സെഡിൽ നിന്ന് എക്സ് വൈ കിട്ടണമെങ്കിൽ, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എക്സ് വൈ കിട്ടണമെങ്കിൽ അവിടുത്തെ പ്രൊജക്ഷൻ പ്ലെയിൻ എന്ന് പറയുന്നത് പാരലാണ്. സോ ദിസ് ഈസ് പാരൽ. എക്സും വൈയും കിട്ടി. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ എക്സ് പി വൈ പി ഒബ്ലീക്ക് പ്രൊജക്ഷൻ്റെ പോയിൻ്റ് എക്സ് പി വൈ പിയും ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ്റെ പോയിൻ്റ് എക്സും വൈയും തമ്മിലുള്ള ഡിഫറൻസിന് നമ്മൾ എൽ എന്ന് മാർക്ക് ചെയ്യും. ദാറ്റ് ഡിഫറൻസ് ഈസ് എൽ. ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് എൽ. ദെൻ ദിസ് എൽ, ഈ ഒരു ട്രൂ ലെങ്ത് എല്ല് മേക്സ് എൻ ആംഗിൾ വിത്ത് ഹോറിസോണ്ടൽ. നമ്മുടെ വ്യൂവിങ് പ്ലെയിനുമായിട്ട് ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു ആംഗിളിനെ നമുക്ക് ഫൈ എന്ന് മാർക്ക് ചെയ്യാം. That angle is phi. Okay, once more, xyz is our actual three-dimensional point. xpyp is the projected image after oblique projection, and xy is the projected point after orthographic projection. And the difference from between the distance between xpyp and xy is L. Then in the case of oblique projection, the oblique line makes an angle alpha with the viewing plane. Then this length L, that is the distance between xpyp and xy. This length L makes an angle alpha with the horizontal direction. Okay, അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ട്രയാങ്കിൾ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. This is the triangle 1 and this is the triangle 2. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ 2ൽ നിന്ന് നമുക്ക് കോസ് ആൽഫയും സൈൻ ആൽഫയും ഒബ്റ്റെയിൻ ചെയ്യും. കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോസ് ആൽഫ മീൻസ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ദാറ്റ് ഈസ് അഡ്ജസൻറ്റ് സൈഡ് ബൈ എൽ. ദെൻ സൈൻ ആൽഫ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ hypotenuse, opposite side by L. So here adjacent side equal to L cos phi and opposite side equal to L sin phi. Okay, sin phi. ഇനി നമ്മൾ ഇവിടുത്തെ പോയിന്റ് നമുക്ക് എക്സ് പി വൈ പി കിട്ടണം. എക്സ് പി വൈ പി, എക്സ് പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടം വരെയുള്ള പോയിന്റ് എന്ന് പറയുന്നത് വൈ ആണ് അല്ലേ? ഇത്രയും ഡിസ്റ്റൻസ് വൈ ആണ്. ദെൻ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രയാങ്കിളിൻ്റെ സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇല്ലേ? സോ എൽ കോസ് ഫൈ. സോ എക്സ് പി ഈക്വൽ ടു y p equal to y plus L sin phi, L sin phi. Okay, once more, ഈ സെക്കൻഡ് ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് cos phi equal to adjacent side by L, so adjacent side equal to L cos phi, then opposite side equal to L sin phi. ഇനി നമ്മൾ എക്സ് പി കണ്ടുപിടിക്കുകയാണ്. എക്സ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് ആണെന്നറിയാം. ദെൻ ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ഇസിക്കൽ ടു എൽ കോസ് ഫൈ. സോ എക്സ് പി ഈക്വൽ ടു എക്സ് പ്ലസ് എൽ കോസ് ഫൈ. അതുപോലെ വൈ പി എന്ന് പറയുമ്പോൾ ഈ പോയിൻറ്റ്, അപ്പോൾ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് വൈ ആണ്. ഈ ഡിസ്റ്റൻസ് എന്ന് നമ്മുടെ ട്രയാങ്കിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡാണ്. ദാറ്റ് ഈസ് വൈ പി ഈക്വൽ ടു വൈ പ്ലസ് എൽ സൈൻ തീറ്റ. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇത് ഈ സൈഡ്, ഇത് എൽ സൈൻ ഫൈ, ഇത് എൽ കോസ് ഫൈ. ഓക്കെ, അപ്പം നമുക്ക് എക്സ് പിയും വൈ പി അവിടെ കിട്ടി. മനസ്സിലായോ? എക്സ് പി ഈക്വൽ ടു എക്സ് പി എന്ന് പറയുന്നത് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് പ്ലസ് ദിസ് ഡിസ്റ്റൻസ് ഈക്വൽ ടു എൽ കോസ് ഫൈ. സോ എക്സ് പി ഈക്വൽ ടു എക്സ് പ്ലസ് എൽ കോസ് ഫൈ. ദെൻ വൈ പി ഈക്വൽ ടു ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് വൈ, ദിസ് ഡിസ്റ്റൻസ് ഈക്വൽ ടു y sin phi equal to
L sin phi. L sin phi. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സ് പിയും വൈ പിയും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആക്ച്വലി ഇവിടെ എക്സ് പി വൈ പി ആണ് കിട്ടേണ്ടത്. So here the point xyz is projected to the position xpyp on the view plane, that is oblique projection. The point xyz is orthographically projected to position xy on the view plane. The oblique projection vector is specified with the two angle alpha and phi. The oblique projection line from xyz to xpyp makes an angle alpha with the line on the projection plane that joins xpyp and xy. അല്ലേ, അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ഒരു ലൈൻ എന്ന് പറയുന്ന ആൽഫ എന്ന് പറയുന്ന ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട് വിത്ത് വ്യൂയിങ് പ്ലെയിൻ. അപ്പോൾ ഇവിടെ നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഈ ഒരു എല്ലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. എല്ലെന്ന് പറയുന്നത് ഇറ്റ്സ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൽ ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ it's the distance between the line on the projection plane that joins xpyp and xy. എക്സും വൈയും എക്സ് പിയും വൈ പിയും ജോയിൻ ചെയ്യുന്ന ലൈൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മുടെ എക്സ് എൽ എന്ന് പറയുന്നത്. ആ എല്ലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആൽഫ. ദിസ് ലൈൻ ഓഫ് ലെങ്ത് ദറ്റ് ഈസ് എൽ ഈസ് അറ്റ് ആൻ ആംഗിൾ ഫൈ വിത്ത് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഇൻ ദ പ്രൊജക്ഷൻ പ്ലെയിൻ. ദെൻ ഈ എല്ല് തന്നെ നമ്മുടെ വ്യൂവിംഗ് പ്ലെയിനിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആൽഫ, സോറി ഫൈ. ഓക്കെ, സോ the projection coordinates in terms of x, y, l and phi is expressed as xp equal to x plus l cos phi, yp equal to y plus l sin phi. Then here the length L depends on the angle alpha and the z coordinate of the point to be projected. Here tan alpha, ഈ ഒരു ട്രയാങ്കിളിൽ നിന്ന് tan ആൽഫ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എന്തായിരിക്കും കിട്ടുന്നത്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇവിടുത്തെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പം ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോയിന്റിൽ നിന്ന് വ്യൂവിംഗ് പ്ലെയിനിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇസഡ് കോർഡിനേറ്റിൻ്റെ വാല്യൂ ആണ്, ഡെപ്ത് ഇൻഫോർമേഷനാണ്. So here tan alpha equal to opposite side, that is z by adjacent side L. That means L equal to z by tan alpha. Okay, so tan alpha equal to z by L, L equal to z by tan alpha. Here 1 by tan alpha നെ നമ്മൾ L1 എന്ന് എടുക്കുന്നു. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ L equal to z L1, L equal to z L1. അപ്പോൾ ഈ z L1 നമ്മൾ ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ എക്സ് പി ഈക്വൽ ടു എക്സ് പ്ലസ് ഇസഡ് L1 cos phi and yp equal to y plus z L1 sin phi. നമ്മുടെ ഇവിടുത്തെ എല്ലിൻ്റെ വാല്യൂ എടുത്ത് ഇവിടോട്ട് കൊടുക്കും. ഓക്കെ, ദ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഫോർ പ്രൊഡ്യൂസിങ് എനി പാരലൽ പ്രൊജക്ഷൻ ഓൺ ടു എക്സ് വൈ പ്ലെയിൻ. ദെൻ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഒബ്ലീക്ക് പാരലൽ പ്രൊജക്ഷൻ്റെ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ആണ്, അല്ലെങ്കിൽ ഏതൊരു ട്രാൻസ്ഫോർമേഷൻ പാരലൽ പ്രൊജക്ഷനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ആണ് 10 L1 cos phi 0, 01 L1 sin phi 0, 00000001. ഓക്കെ, ഇതാണ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒബ്ലീക്ക് പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന പ്രൊജക്ഷൻ ലൈൻസ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ടു വ്യൂവിംഗ് പ്ലെയിൻ ആയിരിക്കും, ഒബ്ലീക്ക് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മൾ എക്സ് വൈ സെഡ് എന്നൊരു പോയിന്റ് കൺസിഡർ ചെയ്യുക. ദെൻ എക്സ് പി വൈ പി എന്ന് പറയുന്നത് ഒബ്ലീക്ക് പ്രൊജക്ഷൻ വഴി കിട്ടുന്ന പോയിന്റ്, എക്സ് വൈ എന്ന് പറയുന്നത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വഴി കിട്ടുന്ന പോയിന്റ്. ദെൻ ഈ എക്സ് പി വൈ പിയും എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എൽ എന്ന് കൺസിഡർ ചെയ്യാം. ദെൻ നമ്മുടെ ഒബ്ലീക്ക് പ്രൊജക്ഷൻ ലൈനും എല്ലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആൽഫ. ദെൻ നമ്മുടെ എല്ലും ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഓൺ ദ വ്യൂവിംഗ് പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഫൈ. അപ്പോൾ അവിടെ രണ്ട് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. രണ്ട് ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ് പി വൈ പി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എക്സ് പി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ എക്സിൻ്റെ കൂടെ നമ്മുടെ സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഒരു അഡ്ജസൻറ്റ് സൈഡ് ആഡ് ചെയ്താൽ മതി. വൈ പി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വൈ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഉണ്ട്, വൈയുടെ കൂടെ സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ എക്സ് പിയും വൈ പിയും നമുക്ക് കിട്ടും. ദെൻ ടാൻ ആൽഫ കിട്ടും. ടാൻ ആൽഫ കിട്ടിയിട്ട് ആ ഒരു ടേംസിൽ നമുക്ക് ഇക്വേഷനെ ഒന്നുകൂടെ റീറൈറ്റ് ചെയ്ത് എഴുതാം. ആൻഡ് ദിസ് ഈസ് ദ മെട്രിക്സ് യൂസ്ഡ് ഫോർ ട്രാൻസ്ഫോർമേഷൻ, പാരലൽ ട്രാൻസ്ഫോർമേഷൻ, പാരലൽ പ്രൊജക്ഷൻ. ഓക്കെ, ദെൻ
ഈ ഒബ്ലിക് പ്രൊജക്ഷനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, കവലിയർ ആൻഡ് ക്യാബിനറ്റ് പ്രൊജക്ഷൻ. കാവലിയർ ക്യാബിനറ്റിൻ്റെ കേസിൽ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് അവിടുത്തെ ടാൻ ആൽഫയുടെ വാല്യൂ ആണ്. ഇൻ ദ കേസ് ഓഫ് കാവലിയർ പ്രൊജക്ഷൻ ദ വാല്യൂ ഓഫ് ആൽഫ ഈക്വൽ ടു 45 ഡിഗ്രി, ദാറ്റ് മീൻസ് ടാൻ ആൽഫ ഈക്വൽ ടു 1. ആൽഫ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ പ്രൊജക്ഷൻ ലൈൻ ഫ്രം XYZ ടു XP ആൻഡ് ദ ലൈൻ ജോയിനിങ് XP YP ആൻഡ് XY അല്ലേ. ആൽഫ എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ലിക് പ്രൊജക്ഷൻ ലൈനും XP YP ആൻഡ് XY തമ്മിലുള്ള ജോയിൻ ചെയ്യുന്ന ലൈൻ തമ്മിലുള്ള ആംഗിളാണ്. All the lines perpendicular to projection planes are projected with no change in line. Okay. In the case of cabinet projection, alpha approximately equal to 63.45 degree, that is tan alpha equal to 1. Here the lines perpendicular to the viewing plane are projected at 1/2 of their length. അപ്പോൾ കവലിയറിൻ്റെ കേസിൽ അപ്പോൾ നമ്മൾ ഈ ഒബ്ലിക് പ്രൊജക്ഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഈ പറഞ്ഞ ആൽഫ എന്ന് പറഞ്ഞ ആംഗിളിൻ്റെ ബേസിസിലാണ്. കവലിയർ പ്രൊജക്ഷന് ആൽഫയുടെ വാല്യൂ 45 ഡിഗ്രിയും ക്യാബിനറ്റ് പ്രൊജക്ഷന് ആൽഫയുടെ വാല്യൂ 63.45 ഡിഗ്രിയുമാണ്. അപ്പോൾ കവലിയർ പ്രൊജക്ഷൻ നമുക്ക് കിട്ടുന്ന ഏകദേശം ലെങ്തിലൊന്നും ചേഞ്ച് വരാത്ത ട്രൂ ലെങ്ത് തന്നെയാണ് പ്രൊജക്റ്റ് ചെയ്ത് കിട്ടുന്നത്. പക്ഷേ ക്യാബിനറ്റ് പ്രൊജക്ഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ 1/2 ലെങ്ത് റെഡ്യൂസ് ചെയ്തായിരിക്കും കിട്ടുന്നത്. സോ സൈസ് റെഡ്യൂസ് ചെയ്യുന്നിട്ട് ആക്യുറസി കുറയുമെങ്കിലും നമുക്ക് റിയലിസ്റ്റിക് വ്യൂ ആയിരിക്കും കിട്ടുന്നത്. സോ ക്യാബിനറ്റ് പ്രൊജക്ഷൻ ഈസ് more realistic than cavalier projection because of the reduction in the length of the perpendiculars. Okay, so cabinet projection എന്താ cavalier projection എന്താണെന്ന് ചോദിക്കും. അതിൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ആൽഫയുടെ വാല്യൂ ആണ്. cavalier പ്രൊജക്ഷൻ്റെ കേസിൽ ആൽഫ ഈക്വൽ ടു 45 ഡിഗ്രി ആൻഡ് cabinet പ്രൊജക്ഷൻ്റെ കേസിൽ ആൽഫ ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 63.45 ഡിഗ്രി. Okay, this is all about parallel projection. Parallel projection 3 types ഉണ്ട്. axonometric, first one is orthographic. Then orthographic in the case പാരലൽ ലൈൻസ് പെർപെൻഡിക്കുലർ ആണ്. ഇവിടെ എലിവേഷൻസും പ്ലാൻ വ്യൂ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ആക്യുറേറ്റ് ആയിട്ടുള്ള വ്യൂ ആണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ദെൻ ഹിയർ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ആഫ്റ്റർ പ്രൊജക്ഷൻ എന്ന് പറയുന്നതും ഓൾഡ് കറക്റ്റ് ആക്ച്വൽ വാല്യൂ തന്നെയായിരിക്കും. ഇസഡ് വാല്യൂ നമുക്ക് ഡെപ്ത് ഇൻഫർമേഷൻ ആയിട്ട് എടുക്കും. ദെൻ ആക്സോണോമെട്രിക്കിൻ്റെ കേസിൽ ഒരു സിംഗിൾ ഫേസിന് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ വ്യൂ അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. മോർ ദാൻ വൺ ഫേസസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട് ബൈ അപ്ലൈയിങ് ട്രാൻസ്ഫോർമേഷൻസ്. ഹിയർ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഫോർഷോർട്ടനിങ് ഫാക്ടർ. ദാറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് പ്രൊജക്റ്റഡ് ലെങ്ത് ടു ട്രൂ ലെങ്ത്. ആ ഫോർഷോർട്ടനിങ് ഫാക്ടറിനെ ബേസ് ചെയ്ത് ഫോർഷോർട്ടനിങ് ഫാക്ടർ 3 പ്രിൻസിപ്പൽ ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 3 ഫാക്ടേഴ്സും ഈക്വൽ ആണെങ്കിൽ അത് ഈ ആക്സോണോമെട്രിക് പ്രൊജക്ഷനെ നമുക്ക് ഐസോമെട്രിക് പ്രൊജക്ഷന് 2 ഫാക്ടേഴ്സാണ് ഈക്വൽ എങ്കിൽ ഡയമെട്രിക്കിന് 1 ഫാക്ടേഴ്സ് ഈക്വൽ ഉണ്ടെങ്കിൽ അതിനെ ട്രൈമെട്രിക് പ്രൊജക്ഷൻ എന്നും പറയും. ദ ലാസ്റ്റ് വൺ ഈസ് oblique projection. Okay, thank you.